Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പൊ എല്ലാവരും ഊണൊക്കെ കഴിച്ചതോ? ഊണ് കഴിച്ചില്ല എല്ലാവരും? Yes, ma'am. ശരി, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാനേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഇന്റൻസീവ് കെയർ യൂണിറ്റില് എന്തൊക്കെ നമ്മൾ പഠിച്ചു? ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കി അല്ലെ? ക്ലാസിഫിക്കേഷൻ ഓഫ് ICU നമ്മൾ കണ്ടിരുന്നു. ഓപ്പൺ യൂണിറ്റ് ICU എന്നാലും ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്നാലും പിന്നെ അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ? പിന്നെന്താണ്? ഓക്കെ സുഹൈന, ഗുഡ് ആഫ്റ്റർനൂൺ ട്ടാ. പിന്നെന്താണ്? നമ്മൾ അതിന്റെ സ്റ്റാഫിങ് കണ്ടിരുന്നു. ICUന്റെ സ്റ്റാഫിങ് ഏത് രീതിയിലാണ്? പിന്നെ ICUന്റെ രജിസ്ട്രാർ ആരാണ്? നമ്മൾ പറഞ്ഞു സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ടൈം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ എന്താണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആരാണ്, അവരുടെ ഡ്യൂട്ടി ടൈം എന്താണ്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ? പിന്നെന്താണ്? എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ട്ടാ. സോണി, ജിസ്മി, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ട്ടാ. പിന്നെ നമ്മൾ കണ്ടത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ്. ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ICUലേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ? പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിന്റെ കുറെ ഫാക്ടേഴ്സുകൾ കണ്ടിരുന്നു. പിന്നെന്താണ്? ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് അല്ലെ? ICUവിൽ സാധാരണ ദൈനംദിനം നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച്. പിന്നെ ഡിസ്ചാർജ് പ്രൊസീജിയർ, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ICUവിൽ നിന്നും രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് ഒരു വാർഡിലേക്കോ അല്ലെങ്കിൽ ഒരു റൂമിലേക്കോ മാറ്റുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അതോട് കൂടിയിട്ട് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കഴിയാണ്. ഇനി നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കൂടെ ആ ഒരു ചാപ്റ്ററിനകത്തുള്ളൂ കേട്ടോ. അപ്പോ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കുറച്ച് ആളുകളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ആരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണെന്ന് അറിയാൻ നമ്മൾ പഠിക്കുന്നത്? ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ഒരു ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഓരോ പോയിന്റ് വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റിനകത്ത് ചോദിക്കാം ആരുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ICU ഇൻചാർജിന്റെ ഇൻഡൻസിലിസ്റ്റിന്റെ ഉത്തരവാദിത്തം നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം പഠിക്കാനുണ്ട്. ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് പഠിക്കാനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവാൻ പാടില്ല, കൺഫ്യൂഷൻ ആവാനായിട്ട് പാടില്ല. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വായിക്കാം. ഓക്കെ, ആദ്യത്തെ എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICU. ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് അഥവാ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് ICU ഇൻചാർജ്? ആരാണ് ICU ഇൻചാർജ്? ഇന്റൻസിവിസ്റ്റ് ആണ് അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ ഇന്റൻസിവിസ്റ്റ് ആണ്. കാര്യം എന്താണ്? ഗുരുതരമായിട്ടുള്ള രോഗികളെ പരിചരിക്കുന്നതിന് ഏറ്റവും വിദഗ്ധനായിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ICU ഇൻചാർജ് അഥവാ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഹി ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഫോർ ദ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്. ഇതാണ് പറഞ്ഞു ശ്രീലക്ഷ്മി. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് പറഞ്ഞിരുന്നു കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1.5 മണിക്കൂറിന്റെ ക്ലാസ് ആണ് നമ്മൾ എടുത്തത്. അക്ഷരി മനസ്സിന്റെ ക്ലാസ്സിനും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ 3 മണി വരെ ക്ലാസ് എടുത്തു. അവിടെ നമ്മൾ ഡിസ്ചാർജ് പ്രൊസീജിയർ വരെ പറഞ്ഞിരുന്നു കേട്ടോ. ഓക്കെ, ക്ലാസ് മിസ് ആയതുകൊണ്ടാവും. അപ്പൊ നോക്കുക, ആദ്യത്തെ പോയിന്റ് ഇതാണ് റെസ്പോൺസിബിലിറ്റീസില്. ഹി ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്. അതായത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളില് ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ പ്രതിനിധിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഇന്റൻസിവിസ്റ്റ്. അവർ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ICU ഇൻചാർജ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്?
ഭരണപരമായിട്ടുള്ള കാര്യങ്ങളില് ഈ പറയുന്ന ICUവിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, പ്രതിനിധിയാണ് ഈ പറയുന്ന ഇൻചാർജ് കേട്ടോ. ഇൻചാർജ് ആയിട്ടുള്ള ആ ഒരു ഇന്റൻസിവിസ്റ്റ് കാര്യം ICUവിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കേണ്ടത് ആ ഒരു എന്താ പറയുക ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, അതിന്റെ ഒരു പ്രതിനിധി എന്നോണം പ്രവർത്തിക്കുന്ന വ്യക്തി ഈ പറയുന്ന ഇന്റൻസിവിസ്റ്റ് ആണ് കേട്ടോ. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പ്രൊവൈഡ്സ് ദ കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. അതായത് ക്ലിനിക്കൽ പരിചരണത്തിൽ തുടർച്ച നൽകുക എന്ന് വെച്ചാൽ രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണത്തിൽ യാതൊരുവിധ ബ്രേക്കേജും ഉണ്ടാകാതെ നല്ല രീതിയിൽ തുടർച്ചയായിട്ട് നല്ലൊരു പരിചരണം അവർക്ക് ലഭ്യമാക്കുക. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ICU ഇൻചാർജിന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഭരണപരമായിട്ടുള്ള കാര്യങ്ങളില് യൂണിറ്റിന്റെ ഒരു പ്രതിനിധിയാണ് ICU ഇൻചാർജ്. അതുകൂടാതെ പേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലിനിക്കൽ പരിചരണങ്ങള് ഒരു ബ്രേക്കേജും ഉണ്ടാവാതെ അല്ലെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ തുടർച്ചയായിട്ട് ക്ലിനിക്കൽ പരിചരണം നൽകേണ്ടതും ആരുടെ ഉത്തരവാദിത്വമാണ്? ഇന്റൻസിവിസ്റ്റ് അഥവാ ഇൻചാർജിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് arrange teaching and supervision of junior staff who needed the comprehensive instructions not only regarding the patient care but also for the use of unfamiliar equipment. ഇതാണ് പറയുന്നത് അറേഞ്ച് ദ ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ്. ഇപ്പൊ ജൂനിയർ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും ICUവിൽ. ജൂനിയർ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആരാണ്? ഈ പറയുന്ന ജൂനിയർ റെസിഡന്റ് ഡോക്ടർമാരുണ്ടായിരിക്കാം, ജൂനിയർ ഇന്റൻസിവിസ്റ്റ് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ജൂനിയർ സ്റ്റാഫുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യും. കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡയറക്ഷൻ. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വളരെ വിശാലമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുക. എന്ത് കാര്യത്തിനാണ് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? ഈ പറയുന്ന രോഗിയെ പരിചരിക്കുന്ന കാര്യത്തിന് മാത്രമല്ല, ഈ പറയുന്ന ICUവിലെ ഓരോ എക്യുപ്മെന്റ്സും എങ്ങനെ ഉപയോഗിക്കണം. അൺഫെമിലിയർ ആയിട്ട് നമുക്ക് പരിചിതമല്ലാത്ത ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ICUവിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ഡയറക്ഷൻസ് ഒക്കെ ആർക്ക് കൊടുക്കാം? ജൂനിയർ സ്റ്റാഫുകൾക്ക് കൊടുക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള വ്യക്തി ആരാണ്? അത് ICU ഇൻചാർജ് ആണ്. മനസ്സിലായല്ലോ? അതായത് ജൂനിയർ സ്റ്റാഫുകൾക്ക് ഈ പറയുന്ന രോഗിയുടെ പരിചരണത്തിൽ മാത്രമല്ല ഈ ICUവിൽ ഉപയോഗിക്കുന്ന പരിചിതമല്ലാത്ത എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യത്തിന് ഡയറക്ഷൻസ് കൊടുക്കുക. അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്യൽ, അവർക്ക് അതിന് വേണ്ടി ടീച്ച് ചെയ്യാന്ന് വെച്ചാൽ അവരെ പരിശീലിപ്പിക്കുക, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുക. അത് ഒരു ICU ഇൻചാർജിന്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് ഇതാണ് പറയുന്നത്. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്സ്. ഓക്കെ, അതായത് ICU എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിനും അതിന്റെ സേവനങ്ങൾ നൽകുന്നതിനും ആർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ICU ഇൻചാർജിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം എക്യുപ്മെന്റ്സ് ഒക്കെ ധാരാളം പല ടൈപ്പ് എക്യുപ്മെന്റ്സുകൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഈ പറയുന്ന എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ പോരായ്മ ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യണം. ഓക്കെ, അത് പർച്ചേസ് ചെയ്യുന്നതിനും അതിന്റെ സേവനങ്ങളൊക്കെ കൊടുക്കുന്നതിനും ICU ഇൻചാർജിന് ഉത്തരവാദിത്തമുണ്ട്. മനസ്സിലായല്ലോ? പിന്നെ പറയുന്ന പോയിന്റ് ഇതാണ്. ഷുഡ് ഇനീഷ്യേറ്റ് ദ റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. അതായത് നമ്മുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ, റിസർച്ച് കേട്ടോ, റിസർച്ച് പ്രവർത്തനങ്ങൾ, ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാനും അതോടൊപ്പം തന്നെ വെറുതെ ആരംഭിച്ചാൽ മാത്രം പോരാ, ഒരു അതോറിറ്റി, ഒരു അധികാരി എന്ന നിലയിൽ അവയ്ക്കെല്ലാം അംഗീകാരം കൊടുക്കുകയും. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്തിനാ റിസർച്ച് ഒക്കെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗവേഷണങ്ങൾ ചെയ്യുന്നത്? അതെ, നമ്മളിപ്പോ ഏതൊരു ഫീൽഡിൽ, അതിപ്പോ ഹോസ്പിറ്റലിന് മാത്രമല്ല, നമ്മളിപ്പോ ഒരു വിദ്യാഭ്യാസം അല്ലെ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും എവിടെയാണ് നമ്മൾ റിസർച്ചുകൾ നടത്തുക? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസർച്ച് നടത്തുന്നത്? അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടാനായിട്ടാണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ, ഹോസ്പിറ്റലിൽ നമ്മൾ ICU ആണല്ലോ പറയുന്നത്. ICUവിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ പലതരം എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ ട്രീറ്റ്മെന്റുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയായ രീതിയിൽ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ശരിയായിട്ട് വിലയിരുത്താനും ഈ പറയുന്ന എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ പേഷ്യന്റിന് ഫലപ്രദമാണോ അല്ലെ, അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ പേഷ്യൻസിന് ഫലപ്രദമാണോ, ഇനി വരുന്ന ഫ്യൂച്ചർ പേഷ്യന്റിന് അത് ബെനിഫിറ്റ് ഉണ്ടാക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില റിസർച്ച് ട്രയൽസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും.
അപ്പൊ ഇങ്ങനെ റിസർച്ച് ട്രയൽസിലൂടെയാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ഏത് ഫീൽഡ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഈ പറയുന്ന ആളുകൾക്ക് ഫലപ്രദമാണോ അല്ലയോ, ഇനി എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ അതിൽ വരുത്താനുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇത്തരം റിസർച്ച് ട്രയലുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പൊ അതിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അതിന്റെ കറക്റ്റ് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അത് പല രീതിയിൽ നമുക്ക് റിസർച്ച് ചെയ്യാം. ചിലവര് വ്യക്തിഗതമായിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മറ്റു ചിലർ ഈ പറയുന്ന പോലെ കൊളാബറേറ്റ് ചെയ്തിട്ട് അതിന്റെ ഈ പറയുന്ന ഈ ഒരു ഹോസ്പിറ്റൽ ICU ഡിപ്പാർട്ട്മെന്റ് മറ്റേതെങ്കിലും ഹോസ്പിറ്റൽ ICU ഡിപ്പാർട്ട്മെന്റുമായിട്ട് അവിടുത്തെ സ്റ്റാഫുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യും. അതല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിലെ തന്നെ മറ്റ് ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് ഒരു ടീം വർക്ക് ആയിട്ട് വേണമെങ്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ ഇത്തരത്തിൽ എന്താണ് റിസർച്ച് ട്രയലുകളൊക്കെ, ഇത്തരത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ ICUവിനെ ബേസ് ചെയ്തിട്ട് ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും, അത് വെറുതെ ഇങ്ങനെ നമ്മളൊരു ഗവേഷണ പ്രവർത്തനം ആരംഭിച്ചു കൊടുത്താൽ മാത്രം മതിയോ? ഇല്ല, അതോറിറ്റി, ഒരു അധികാരി എന്ന നിലയിൽ നമ്മൾ അതിന് അംഗീകാരം കൊടുക്കുകയും വേണം. കാര്യം നമ്മളൊരു റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടി പല ഫണ്ടൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഫണ്ട് കൊടുക്കണം, മറ്റു പല സാഹചര്യങ്ങളും ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ ഒരു അധികാരി, ഒരു അതോറിറ്റി എന്ന നിലയിൽ അത്തരം കാര്യങ്ങൾക്ക് അംഗീകാരം കൊടുക്കേണ്ടത്. അത്തരം അംഗീകരിച്ചാൽ അക്രഡിറ്റേഷൻ കൊടുത്താലാണ് അത്തരം റിസർച്ച് ട്രയലുകൾ കൂടുതൽ നമുക്ക് കണ്ടക്ട് ചെയ്യാനും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഷുഡ് ഇനീഷ്യേറ്റ് ദ റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി കേട്ടോ. അതായത് ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും ഒരു അധികാരി, ഒരു അതോറിറ്റി എന്ന നിലയിൽ അവയ്ക്ക് അംഗീകാരം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? അത് ICU ഇൻചാർജിനാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇതാണ്, ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്. എന്താണ് റെജിമെൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? എന്താണ് റെജിമെൻ? അവലോകനം ചെയ്യാനാണ് കേട്ടോ. അവലോകനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്. എല്ലാ ചികിത്സാ രീതികളും അവിടുത്തെ എല്ലാ സ്റ്റാഫുകളുമായിട്ട് അവലോകനം ചെയ്യണം കേട്ടോ. ഒരാൾ മാത്രം അറിഞ്ഞാൽ പോരാ. കാര്യം എന്താണ്? ICU നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അവിടെ ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ് ആണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അല്ലെ? അതെ സുഹൈന, അവലോകനം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് ICUവിനകത്ത് ഒരു ഗ്രൂപ്പോ ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ കൺസൾട്ടന്റ് ഡോക്ടേഴ്സ് ഉണ്ട്, സീനിയർ ജൂനിയർ റെസിഡന്റ് ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഡയറ്റീഷ്യന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് എന്താ പറയാ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ എല്ലാ ചികിത്സാ രീതികളെ പറ്റിയും അവിടുത്തെ ജീവനക്കാരുമായിട്ട് അവലോകനം ചെയ്യണം, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് അവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ എടുത്ത് എല്ലാവരും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം ആ ഒരു യൂണിറ്റ് നല്ല രീതിയിലായിട്ട് പ്രവർത്തിക്കാനായിട്ട് അല്ലെ? ഓക്കെ, ഇതാണ് ഓക്കെ, അത് കറക്റ്റ് ആണ് കേട്ടോ. ഓൾ സ്റ്റാഫ് ഷുഡ് നോ ദ കണ്ടീഷൻ ഓഫ് പേഷ്യൻസ്. അതെ, പേഷ്യൻസിന്റെ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുണ്ട്. പല രോഗികളും പല അവസ്ഥയിലായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവാം. അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയുമാണ് എന്ത് ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? ഒരു യൂണിറ്റിന്റെ ICU ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഒരു പ്രതിനിധിയാണ് ആര്? ICU ഇൻചാർജ്. ഇൻചാർജ് ആരാണ്? ഇന്റൻസിവിസ്റ്റ് ആണ് കേട്ടോ. ഇന്റൻസിവിസ്റ്റിനെ തന്നെയാണ് ഇവിടെ ഇൻചാർജ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, രോഗികൾക്ക് എന്താണ് ഒരു ക്ലിനിക്കൽ പരിചരണത്തിന്റെ യാതൊരു ബ്രേക്കേജും വരാതെ നല്ല രീതിയിൽ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പരിചരണം അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ജൂനിയർ സ്റ്റാഫുകൾക്ക് രോഗിയെ പരിചരിക്കുന്ന കാര്യത്തിലും മറ്റ് എന്താ പറയാ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന കാര്യത്തിലും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് ഒരു നേതൃത്വം വഹിക്കാം. ഓക്കെ, അത് ICU ഇൻചാർജിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ ഈ പറയുന്ന ICU എക്യുപ്മെന്റ്സുകളൊക്കെ വാങ്ങുന്നതിനും അതിന്റെ സേവനങ്ങൾ നൽകാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ പറയുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും ഒരു അതോറിറ്റി എന്ന നിലയിൽ അതിന് അംഗീകാരം കൊടുക്കുകയും വേണം. പിന്നെ എല്ലാ ചികിത്സാ രീതികളെ പറ്റി ആ ഒരു യൂണിറ്റ് ജീവനക്കാരുമായിട്ട് അവലോകനം ചെയ്യണം. ഇത്രയും ഉത്തരവാദിത്തങ്ങളാണ് ആർക്കുള്ളത്? ICU ഇൻചാർജ് അഥവാ ഇന്റൻസിവിസ്റ്റിന് ഉള്ളത്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയില് ICU ഇൻചാർജിന്റെ ഉത്തരവാദിത്തത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പറയുന്ന പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് വായിക്കുമ്പോൾ നമുക്ക് അറിയാം. കാരണം പലവരുടെയും ഉത്തരവാദിത്തങ്ങൾ ഇനി പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി മാറും? കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ശരി, വേണ്ട സുഹൈന്റെ നോട്ടൊന്നും എഴുതണ്ട. നോട്ടൊന്നും നമ്മൾ അഡീഷണൽ ഒന്നും പറയുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ,
അടുത്തതാണ് നിങ്ങൾ വായിക്കുന്ന സമയത്ത് നല്ലപോലെ മനസ്സിരുത്തി വായിക്കുക, ക്ലാസ് കേൾക്കുക, എന്നിട്ട് നല്ലപോലെ മനസ്സിരുത്തി വായിക്കുക. നിങ്ങളെ സംബന്ധിച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് കറക്റ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമുള്ള ഒരു ടാസ്കേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. ഓരോ പോയിന്റ് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. വേറെ അഡീഷണൽ നോട്ട്സ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. അടുത്തതാണ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഗ്രൂപ്പില് ഡിസ്കഷൻ നടക്കുന്നുണ്ടോ? എന്താണ് പേജ് നമ്പർ ആണോ പറയുന്നത്? 62. ക്ലാസ്സിൽ കയറാൻ ഉദ്ദേശിക്കുന്നവർ ഓൺലൈൻ കയറാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ കേട്ടോ. ഇനി ഇത് നമ്മൾ അടുത്ത ആൾക്കാരുടെ ഉത്തരവാദിത്തം. ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? നിങ്ങളൊക്കെ പഠിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ കണ്ടത് ഇന്റൻസിവിസ്റ്റിന്റെ ഉത്തരവാദിത്തങ്ങളാണ്. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഉറപ്പാക്കേണ്ടത്, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. 6 പോയിന്റ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: a suitable environment for patient safety. A suitable environment for the patient safety അല്ലെ? ഈ പറയുന്ന രോഗിയുടെ സുരക്ഷിതത്വത്തിനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പാക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. കാര്യം പേഷ്യന്റ് വരുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലൊരു അറ്റ്മോസ്ഫിയർ ഒരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റി ഈസ് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ പേഷ്യന്റിന്റെ സുരക്ഷിതത്വത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു നല്ലൊരു അന്തരീക്ഷം ഹോസ്പിറ്റലിൽ ഉറപ്പാക്കുക എന്നുള്ളത് അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. അതാണ് ഫസ്റ്റ് പോയിന്റ്, എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് സേഫ്റ്റി. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സഫിഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. സഫിഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. നല്ല എന്താണ് വർക്കിംഗ് കണ്ടീഷനിലുള്ള ആവശ്യത്തിനുള്ള എന്താ പറയാ റിസോഴ്സുകൾ അല്ലെ, സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. ICU ആണെങ്കിൽ അവിടെ ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം ആവാം, എക്യുപ്മെന്റ്സ് മാത്രമല്ല മാനുവൽ ആയിട്ടുള്ളതും ആവാം അല്ലെ. ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട്. ഏതെങ്കിലും സ്റ്റാഫുകളുടെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് അഡ്മിനിസ്ട്രേഷൻ മനസ്സിലാക്കി കൃത്യമായിട്ട് അതിനൊരു പരിഹാരം കാണും. ഇനി എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായിട്ട് റിസോഴ്സ് എന്ന് പറയുമ്പോൾ എക്യുപ്മെന്റ്സ് മാത്രമല്ല ഈ പറയുന്ന ആളുകളുടെ അഭാവവും ആവാം. ഓക്കെ, അത്തരത്തില് നല്ലൊരു വർക്കിംഗ് കണ്ടീഷനില് നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള എന്താ പറയാ സൗകര്യങ്ങൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും പോരായ്മ, അതിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ICU എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉത്തരവാദിത്തം അവർക്കുണ്ട് കേട്ടോ. നമ്മൾ പറയുന്ന ICU വെച്ച് പറയുന്നത് മാത്രം നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തണം. മനസ്സിലായല്ലോ? മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. ആംബിൾ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ആവശ്യത്തിനനുസരിച്ച് സഫീഷ്യന്റ് ആയിട്ടുള്ള അർത്ഥമാണ്. ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. വളരെ സ്കിൽഡ് ആയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം അവിടെ നിന്ന് ഉറപ്പുവരുത്തണം. ആവശ്യത്തിനനുസരിച്ച് വേണം അല്ലെ. അവരുടെ കുറവുണ്ടാവാൻ പാടില്ല. കാരണം നമുക്കറിയാം ICUവിനകത്ത് ഡോക്ടേഴ്സ് വേണം, നഴ്സ് വേണം, ഫിസിയോതെറാപ്പിസ്റ്റ് വേണം, ഡയറ്റീഷ്യൻ വേണം, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് അല്ലെ. അപ്പൊ അവിടെയൊക്കെ ആവശ്യത്തിനനുസരിച്ചുള്ള വിദഗ്ധരായിട്ടുള്ള മെഡിക്കൽ നഴ്സിംഗ് ടീം ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ അത്. പിന്നെന്താണ്? സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് അഫ്ന ആംപിൾ എന്ന് പറഞ്ഞാല് ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ആംപിൾ. ഓക്കെ, ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. മതിയായ സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, നാലാമത്തെ പോയിന്റ് ഇതാണ്: സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൻസ് സിസ്റ്റം. എന്താണ് പറയുന്നത്? ശരിയായിട്ടുള്ള റെഫറൽ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു പരിചരണ നിലവാരം ഉറപ്പാക്കണം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? റെഫറൽ സിസ്റ്റം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ വന്ന് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ ധർമ്മം അല്ലെ. അപ്പോ എന്തെങ്കിലും കാരണവശാല് ആ ഒരു പേഷ്യന്റിന് വേണ്ടത്ര പരിചരണം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഇല്ലാന്ന് വിചാരിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവരവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത് ശരിയാണോ? അല്ല. അവർക്ക് നല്ലൊരു പരിചരണം കിട്ടുന്ന കുറേ കൂടെ നല്ല സംവിധാനങ്ങളുള്ള മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അവരെ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നൊരു ക്ലയന്റ് ആണ്,
അപ്പൊ അവിടെ അവരെ പരിചരണം കൊടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ല എന്ന് കരുതിയിട്ട് ആ ക്ലയന്റ് പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. അവർക്ക് എന്താണ്, ഒരു പേഷ്യന്റ് ആണ്, അവർക്ക് ഏറ്റവും നല്ല പരിചരണം നമ്മൾ കൊടുക്കണം. അപ്പൊ അത്തരം സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ അതുള്ള മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അവരെ റെഫർ ചെയ്ത് വിടണം. അപ്പോഴാണ് ആ ഒരു പേഷ്യന്റ് ആയിട്ടുള്ള പരിചരണം ഏറ്റവും കംപ്ലീറ്റ് ആവുള്ളൂ. അതാണ് അവിടെ പറയുന്നത്, ശരിയായിട്ടുള്ള റെഫറൽ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന എന്താണ് പരിചരണ നിലവാരം ഉറപ്പാക്കണം. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. അവിടെ സൗകര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവര് സൗകര്യങ്ങളുള്ള മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് വിടണം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മനസ്സിലായില്ല? പിന്നെ എന്താണ് പറയുന്നത്? എൻഷുവർ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം. ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം അതായത് നമ്മുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന ഉറപ്പുവരുത്തുന്ന പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യണം? കണ്ടക്ട് ചെയ്യണം അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ അവയുടെ ഗുണമേന്മ, ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. ഒന്ന് പേഷ്യന്റിന്റെ സേഫ്റ്റി, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോള്, അതെല്ലാം എല്ലാ വശങ്ങളും ക്വാളിറ്റി അഷ്വർ ചെയ്യണം അല്ലെ. എല്ലാ ഭാഗങ്ങളും ഉറപ്പുവരുത്തണം. ആ കെട്ടിടം മാത്രം നന്നായിട്ട് നമുക്ക് കാര്യമുണ്ടോ? ഇല്ല. അവിടെ കൊടുക്കുന്ന ഓരോ സേവനങ്ങളും, ഓരോരോ മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ വിഭാഗങ്ങളും ഏറ്റവും നല്ല ഗുണമേന്മ ഉറപ്പുവരുത്തണം അല്ലെ. ആ രീതിയിലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാന്നുള്ളത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. എൻഷുവർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പാക്കുക കേട്ടോ. എൻഷുവർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഉറപ്പാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എൻഷുവർ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാംസ്, ഗുണമേന്മ ഉറപ്പാക്കുന്ന പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യണം? കണ്ടക്ട് ചെയ്യണം കേട്ടോ. എന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ സേഫ്റ്റി പ്രോഗ്രാമുകള്, പേഷ്യന്റ് മാനേജ്മെന്റ് പ്രോഗ്രാമുകള്, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാംസുകള്, അങ്ങനെ ക്വാളിറ്റിനെ ഉറപ്പാക്കുന്ന എന്തൊക്കെ പ്രോഗ്രാംസുകൾ ഉണ്ടോ അതെല്ലാം തന്നെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യണം കേട്ടോ. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ ആണല്ലോ. പിന്നെ വരുന്നത് 6ാമത്തെ പോയിന്റ്, പ്രോപ്പർ പോളിസി ഫോർ ദ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ, ഐസിയുവിന്റെ അഡ്മിഷനിലേക്ക് ചില ക്രൈറ്റീരിയകളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഐസിയുവിലേക്ക് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. അതായത് ചുമ്മാ വരുന്ന ആൾക്കാരെ പിടിച്ച് നമ്മൾ ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്യില്ല അല്ലെ. അതിന് അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളുണ്ട്, ചില ഫാക്ടേഴ്സിനെ ബേസ്. നമ്മൾ പറഞ്ഞില്ലേ, പ്രോഗ്നോസിസ്, പ്രയോറിറ്റി, പിന്നെ ഡയഗ്നോസിസ്, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന ഐസിയുവിലേക്കുള്ള അഡ്മിഷൻ, അതുപോലെ തന്നെ ഡിസ്ചാർജ് പ്രൊസീജിയറുകൾക്കൊക്കെ ആയിട്ട് എന്താണ് കൃത്യമായിട്ടുള്ള നയങ്ങളെല്ലാം തന്നെ രൂപപ്പെടുത്തുക. അത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. എന്ന് വെച്ചാൽ അവരുടേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരണം, പോളിസി ഉണ്ടാക്കണം. പോളിസി എന്ന് വെച്ചാൽ നയങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ഐസിയുവിലേക്ക് ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്നതിനും അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതിനുമായിട്ടുള്ള നയങ്ങള്, ശരിയായിട്ടുള്ള നയങ്ങള് കൃത്യമായിട്ട് രൂപപ്പെടുത്തുക എന്നുള്ളതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായല്ലോ? ആ ഒരു പോളിസി പ്രകാരം വേണം അഡ്മിഷനും ഡിസ്ചാർജ് ഒക്കെ നടത്താൻ. ഡിസ്ചാർജ് പ്രൊസീജിയർ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. പേഷ്യന്റ് ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഐസിയുവിൽ പിന്നെ അവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. അവരെ ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് റൂമിലോ മറ്റേതെങ്കിലും വാർഡിലേക്കോ ഒക്കെ നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ ബെഡിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഓരോ പേഷ്യന്റിനെയും അതിലേക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സുകൾ ഉണ്ട്. അതിനൊക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മനസ്സിലായല്ലോ? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? പേഷ്യന്റിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പാക്കണം. നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വളരെ വിദഗ്ധരായിട്ടുള്ള മെഡിക്കൽ നഴ്സിംഗ് ടീമുകൾ ആവശ്യത്തിനനുസരിച്ച് മതിയായ അളവിൽ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. പിന്നെ ശരിയായിട്ടുള്ള എന്താ പറയാ റെഫറൽ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന പരിചരണ നിലവാരം ഉറപ്പാക്കണം. പിന്നെ എന്താണ് ക്വാളിറ്റി ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യണം. പിന്നെ അഡ്മിഷൻ പ്രൊസീജിയർ, അഡ്മിഷൻ ഡിസ്ചാർജ് നടപടികൾക്കൊക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള നയങ്ങളൊക്കെ രൂപീകരിക്കണം. ഇതൊക്കെയാണ് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുവർ ചെയ്യുന്നത്, ഉറപ്പാക്കേണ്ടത്. മനസ്സിലായല്ലോ? രണ്ട് കൂട്ടരുടെ ഡ്യൂട്ടി നമ്മൾ പഠിച്ചു കേട്ടോ. ഇന്റൻസിവിസ്റ്റിന്റെ ഡ്യൂട്ടി നമ്മൾ മനസ്സിലാക്കി, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേറൊരാളുടെ ഡ്യൂട്ടിയാണ്. ഏതാണെന്ന് അറിയാമോ? ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ആരാണ്? ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്. ആദ്യം തന്നെ ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടി അറിയുന്നതിനേക്കാൾ മുമ്പായിട്ട് ആരാണ് ICU സെക്രട്ടറി എന്ന് അറിയണ്ടേ? എന്നിട്ട് വേണ്ട അയാളുടെ ഉത്തരവാദിത്തങ്ങൾ പഠിക്കാനായിട്ട്.
അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ICU സെക്രട്ടറി എന്ന് പറഞ്ഞാല് വേറെ ആരുമല്ല, ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അദ്ദേഹം ഒരു ഡോക്ടർ ഒന്നും അല്ല കേട്ടോ, ഒരു ഡോക്ടറോ നഴ്സോ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അവര് വന്നിട്ട് പേഷ്യൻസിനെ, അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളെ, പിന്നെ മറ്റു പല മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്താ പറയാ പ്രൊഫഷണൽ ആണ് കേട്ടോ. അങ്ങനെയുള്ള വ്യക്തിയെയാണ് നമ്മൾ ICU സെക്രട്ടറി എന്ന് പറയുന്നത്. മനസ്സിലായോ? ICU സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അദ്ദേഹം വന്നിട്ട് പേഷ്യൻസിനെ, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുകളെ, മെഡിക്കൽ എല്ലാവരും ഒരുപോലെ പേഷ്യൻസിനെ മാത്രമല്ല അവർ സപ്പോർട്ട് ചെയ്യുന്നത്, മെഡിക്കൽ സ്റ്റാഫുകളെ പിന്നെ മറ്റു പല മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ ആണ് ആരെന്ന് പറയുന്നത് ICU സെക്രട്ടറി. ഇനി നമുക്ക് പഠിക്കാം ആരാണ് ICU സെക്രട്ടറി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്? ഓക്കെ, അതിലൊരു ഡോക്ടർ ഒന്നും അല്ല കേട്ടോ, ഡോക്ടർ നഴ്സോ ഒന്നും അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ഒന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: എ യൂണിറ്റ് സെക്രട്ടറി ഇൻ ദ ICU ഇസ് നോർമലി ദ ഫസ്റ്റ് പേഴ്സൺ whom family members and visitors meet when coming to the ICU. അതായത് നമ്മൾ ആദ്യമായിട്ട് ICUലോട്ട് വരുന്ന സമയത്ത് പേഷ്യൻസിനായാലും, അതുപോലെ തന്നെ പേഷ്യന്റ് ICUയിൽ ആയിരിക്കുമല്ലോ, ഓക്കെ, അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ അവർ മറ്റുള്ള സന്ദർശകരൊക്കെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ICU സെക്രട്ടറി ആയിരിക്കും. മനസ്സിലായോ? അദ്ദേഹമാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും, അതായത് പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നത് ICU സെക്രട്ടറിയാണ്. കാര്യം അവരെ സംബന്ധിച്ച് ഫോണുകൾ വരുമ്പോൾ ഫോണുകൾ ആൻസർ ചെയ്യാം, വരുന്ന ഫോണിനൊക്കെ ആൻസർ ചെയ്യുക, അതുപോലെ തന്നെ ഈ പേഷ്യന്റിന്റെ ബില്ലിങ്, പേയ്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അവരുടെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ സെറ്റിൽ ചെയ്യുക, അതിന് വേണ്ട സഹായങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക. പിന്നെ ഈ പറയുന്ന പേഷ്യൻസിന്റെ എന്താ പറയുക ഫാമിലി മെമ്പേഴ്സോ മറ്റ് സന്ദർശകരൊക്കെ വരുന്ന സമയത്ത് ഈ ഫോം ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട ചില ഡയറക്ഷൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക, വരുന്ന ഫോണുകൾക്ക് ആൻസർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഇയാളുടെ ഡ്യൂട്ടി. ഇയാൾക്ക് അങ്ങനെയുള്ളൊരു ജോലിയാണ് അവിടെ ഉള്ളത്. അപ്പം ആദ്യത്തെ പോയിന്റ് മനസ്സിലായല്ലോ, ICUലേക്ക് വരുന്ന സമയത്ത് പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സും സന്ദർശകരും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ICU സെക്രട്ടറി ആയിരിക്കും. പിന്നെന്താണ്? അറ്റൻഡ് ദ കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി. ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. അറ്റൻഡ് ദ കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി. കോളുകളൊക്കെ വരുന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, ശരിയായിട്ട് മെസ്സേജസുകളൊക്കെ പാസ് ചെയ്യുക. ആർക്കാണോ പാസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് മെസ്സേജുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യാം കേട്ടോ. അത് ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ദം ആൻഡ് ലിസണിംഗ് ടു determine what the client requires. Accountable for greeting them and listening to determine what the client requires. അതായത് ക്ലയന്റ് എന്താണ് ആവശ്യപ്പെടുന്നത്. ക്ലയന്റ് എന്ന് പറയുമ്പോൾ ആര് വേണമെങ്കിലും ആവാം അല്ലെ, പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സോ സന്ദർശകരോ ആര് വേണമെങ്കിലും ആവാം. ക്ലയന്റ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് മനസ്സിലാക്കിയിട്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക, അവരെ ഗ്രീറ്റ് ചെയ്യുക അല്ലെ. അവർ ഗ്രീറ്റ് ചെയ്യുന്ന വെച്ചാൽ അവരെ എന്താണ് വെൽക്കം ചെയ്യുക എന്നുള്ള അർത്ഥമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ICU സെക്രട്ടറിയാണ്. കാര്യം ആദ്യമായിട്ട് അയാളെയാണ് മീറ്റ് ചെയ്തത്. അയാള് വന്ന് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ക്ലയൻസ് എന്താണ് ആവശ്യമുള്ളത്, പക്ഷെ പേഷ്യന്റിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിരിക്കും, ഡോക്ടറോട് സംസാരിക്കാനായിരിക്കും അവർ ആവശ്യപ്പെടുന്നത്. എന്ത് തന്നെയാണ് അവരുടെ ആവശ്യമെങ്കിലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരെ വെൽക്കം ചെയ്ത് അവർക്ക് അതിന്റെ വേണ്ട ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുക. അത് ICU സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. പിന്നെ പറയുന്നത് മനസ്സിലായില്ല? പിന്നെന്താണ്? The secretary is liable to answer the basic questions and provide general information such as the visiting hours for the ICU. അതായത് നമ്മുടെ സെക്രട്ടറി ഉണ്ടല്ലോ, ICU സെക്രട്ടറി, അദ്ദേഹം ഈ പബ്ലിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാനായിട്ട്, അതിന് വേണ്ട മറുപടികളൊക്കെ കൊടുക്കാനായിട്ട് ലയബിൾ ആയിട്ടുള്ള ബാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ICU സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ICUവിനെ സംബന്ധിക്കുന്ന ജനറൽ ഇൻഫർമേഷൻ,
ജനറൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഐസിയുവിന്റെ സന്ദർശന സമയം മറ്റുള്ള പോലെയല്ല അല്ലെ, കൃത്യമായിട്ടൊരു സന്ദർശന സമയം വെച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഈ പറയുന്ന ആളുകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ജനറൽ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കേണ്ടത് ഈ പറയുന്ന ICU സെക്രട്ടറി കേട്ടോ. മനസ്സിലായില്ല? പിന്നെ വരുന്നത് if cannot provide information concerning the medical status of a patient, it is the secretary who helps the point the customers in the right direction and refers them to other staff members if needed. If cannot provide the information concerning the medical status of a patient, it is the secretary who helps point the customers in the right direction and refers them to other staff members if needed. അതായത് ഇപ്പം ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റിയിട്ട് വിവരങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ശരിയായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്രട്ടറി എന്ത് ചെയ്യണം? അവരെ കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസിലേക്ക് അവരെ വിടണം. എന്ന് പറഞ്ഞപ്പോ ഒരാള് വന്നു, അയാളുടെ പേഷ്യന്റിന്റെ എന്താ പറയാ വിവരങ്ങൾ അറിയണമെന്നിരിക്കട്ടെ. ആ വിവരങ്ങൾ അറിയാൻ വന്നപ്പോ ശരിയായിട്ടൊരു ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ICU സെക്രട്ടറി എന്ത് ചെയ്യണം? അവർക്കൊരു ഇൻഫർമേഷൻ, ശരിയായ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ആരെങ്കിലും സമീപിക്കാം. ചിലപ്പോൾ വേറെ ആരെങ്കിലും റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അവര് ഒരു ഡോക്ടറുടെ അടുത്ത് റെഫർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ നഴ്സുമാരുടെ അടുത്തോ മറ്റേതെങ്കിലും മെഡിക്കൽ സ്റ്റാഫിന്റെ അടുത്തോ ചെന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ വരുന്ന ആൾക്കാരെ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടേണ്ടത് ആരാണ്? അത് ICU സെക്രട്ടറി ആണ്. മനസ്സിലായല്ലോ? പേഷ്യന്റിന്റെ വിവരത്തെ പറ്റി ശരിയായിട്ടുള്ള, പേഷ്യന്റിന്റെ ഹെൽത്ത് ആരോഗ്യസ്ഥിതിയെ പറ്റി ശരിയായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ സാധിച്ചില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു സെക്രട്ടറി എന്ത് ചെയ്യണം? വരുന്ന ക്ലയൻസിനെ കൃത്യമായിട്ട് അവരെ റൈറ്റ് ഡയറക്ഷൻസിലേക്ക് നയിക്കണം. അതുപോലെ ആവശ്യമെങ്കിൽ മറ്റാരെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ അത് റെഫർ ചെയ്ത് കൊടുക്കണം. കാര്യം പേഷ്യന്റിനെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒരു ICU സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. പിന്നെന്താണ്? പെർഫോം ക്ലറിക്കൽ ടാസ്ക്, അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. അതായത് ക്ലറിക്കൽ ടാസ്കുകൾ ഞാൻ പറഞ്ഞല്ലോ, ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ, ബില്ലിങ്, പേയ്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാളാണ് ചെയ്യുന്നത്. അതാണ് ക്ലറിക്കൽ ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്തരം ക്ലറിക്കൽ ടാസ്കുകൾ, അതുപോലെ തന്നെ അപ്ഡേറ്റ് ദ ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനകത്ത് ബെഡ് സ്റ്റാറ്റസ്, അതിന്റെ അവൈലബിലിറ്റി ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. നമുക്കറിയാം ICU എന്ന് പറയുമ്പോൾ അവിടെ ബെഡിന്റെ അവൈലബിലിറ്റി വളരെ ചുരുക്കമാണ് അല്ലെ. ബെഡ് വളരെ എണ്ണത്തിൽ വളരെ കുറവേ ഉള്ളൂ. അപ്പൊ ഓരോ പേഷ്യന്റും സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് മാറ്റണം, അടുത്ത പേഷ്യന്റിനെ കയറ്റണം. അപ്പൊ അതെല്ലാം ബെഡ് അവൈലബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്ലറിക്കൽ ടാസ്കുകള്, ബെഡ് സ്റ്റാറ്റസ് ഒക്കെ കൃത്യമായിട്ട് കമ്പ്യൂട്ടറിനകത്ത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ICU സെക്രട്ടറിയാണ്. മനസ്സിലായില്ല? പിന്നെ വരുന്നത് എന്താണ്? മെയിൻറ്റെയിൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസസ് ദ പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റിനെ സംബന്ധിക്കുന്ന റെക്കോർഡുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഫയലുകൾ അല്ല, അതെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്തൊക്കെ വെക്കേണ്ടത് ICU സെക്രട്ടറിയാണ്. കാര്യം ഓരോ പേഷ്യന്റിനും കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, അവരുടെ ഓരോ പേഷ്യന്റിന് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും അല്ലെ, അവരുടെ ഹെൽത്തിനെ പറ്റിയുള്ള ആ റെക്കോർഡ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് ഈ ICU സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. പിന്നെ പറയുന്ന ലാസ്റ്റ് പോയിന്റ് ഇതാണ്: വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. അതായത് ഈ പരിചരണ സേവനങ്ങളൊക്കെ എന്താണ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കണം. മനസ്സിലായല്ലോ? ICU എന്ന് പറയുമ്പോൾ അവിടെ പല പല പേഷ്യൻസ് ആയിരിക്കും വരുന്നത്. പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ റെഫർ ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. ചിലർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് ചിലപ്പോ കിഡ്നി സംബന്ധമായിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം, മറ്റു ചിലർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ എന്താണ്? അപ്പൊ ഈ പറയുന്ന ഓരോ പേഷ്യന്റിന്റെയും മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നല്ലൊരു പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. ICUലേക്ക് ആദ്യമായിട്ട് വരുന്ന സമയത്ത് വിസിറ്റേഴ്സും മറ്റു ഫാമിലി മെമ്പേഴ്സും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ICU സെക്രട്ടറിയാണ്. ഓക്കെ, ICU സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ പറയുന്ന കോളുകളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് അതൊക്കെ കോൾ അറ്റൻഡ് ചെയ്യുക, മെസ്സേജുകളൊക്കെ പ്രോപ്പർ ആയിട്ട് ആർക്കെന്ന് വെച്ചാൽ അത് കൺവേ ചെയ്യുക, മെസ്സേജസ് ഒക്കെ പാസ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന വരുന്ന ക്ലയന്റിന് അവരെന്താണോ എന്താണ് ലച്ചു ഇല്ല കേട്ടോ, ഇല്ല ലച്ചു. ICU സെക്രട്ടറി ICUവിന്റെ കാര്യം മാത്രം നോക്കുന്ന ആളാണ് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ക്ലയന്റ് എന്താണോ ആവശ്യപ്പെടുന്നത്
ഓക്കെ. അതായത് ക്ലയന്റ് എന്താണോ ആവശ്യപ്പെടുന്നത്, അതെ ആനന്ദ അതിന് മറുപടി തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ക്ലയന്റ് എന്താണ് ആവശ്യപ്പെടുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഓക്കെ മനസ്സിലാക്കി അവര് ചെയ്യാൻ അവർക്ക് വേണ്ട ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുക. പിന്നെ ICU സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആൻസർ ചെയ്യുക. പിന്നെ ICU സന്ദർശന സമയങ്ങളൊക്കെ ഈ പറയുന്ന പബ്ലിക്കായിട്ട് അങ്ങനെയുള്ള ജനറൽ ഇൻഫർമേഷൻസ് ഒക്കെ അവർക്ക് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റി ശരിയായ വിവരങ്ങൾ നൽകാൻ കഴിയാത്ത പക്ഷം അവരെ എന്താ പറയുക റൈറ്റ് അവർക്ക് എങ്ങനെയാണോ ശരിയായ അറിവ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ആരുടെ അടുത്തേക്കാണോ റെഫർ ചെയ്യുന്നത് അതൊക്കെ ചെയ്യാം. പിന്നെ ഈ പറയുന്ന പോലെ ക്ലിനിക്കൽ ടാസ്കുകൾ പിന്നെ ബെഡ് സ്റ്റാറ്റസ് ഒക്കെ കമ്പ്യൂട്ടറിൽ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. പേഷ്യന്റിന് സംബന്ധിക്കുന്ന റെക്കോർഡുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഈ പറയുന്ന പേഷ്യന്റിന് നല്ലൊരു പരിചരണം കൊടുക്കാനായിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കുക. ഇത്രയുമാണ് ICU സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. ICU സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അദ്ദേഹം പേഷ്യൻസിനെയും മെഡിക്കൽ സ്റ്റാഫുകളെയും മറ്റെല്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ സപ്പോർട്ടിങ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണ് കേട്ടോ. അതായത് അദ്ദേഹം ഒരു ഡോക്ടറോ നഴ്സോ അങ്ങനെയുള്ള ഒരു വ്യക്തിയൊന്നല്ല കേട്ടോ. മെഡിക്കൽ പ്രൊഫഷണൽ അല്ല അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. ക്ലിയർ ആയല്ലോ? നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയൊക്കെയാണ്. ICU ഇന്റൻസിവിസ്റ്റ് അഥവാ ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ മനസ്സിലാക്കി. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ക്ലിയർ ചെയ്തു. പിന്നെ ICU സെക്രട്ടറി ആരാണെന്നും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്താണെന്നും നമ്മൾ പഠിച്ചു. ക്ലിയർ ആയോ നിങ്ങൾക്ക് പറഞ്ഞത്? ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ICU എന്താണെന്നുള്ളത് മനസ്സിലാക്കി. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഓക്കെ, അപ്പൊ അതിനകത്ത് ICU ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ICU പല ടൈപ്പ് ഓഫ് ICU നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ ICU രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു, ക്ലോസ്ഡ് അതുപോലെ തന്നെ ഓപ്പൺ യൂണിറ്റ്. അതിന്റെ രണ്ടിന്റെയും പ്രത്യേകത മെയിൻ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കാം കേട്ടോ. ഒരെണ്ണത്തിൽ ഇന്റൻസിവിസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മറ്റൊരെണ്ണത്തിൽ ഫിസിഷ്യനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് അതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ICU സ്റ്റാഫിങ്ങുകൾ മനസ്സിലാക്കി. പിന്നെ പറയുന്ന രജിസ്ട്രാർ എപ്പോഴും ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർ ആയിരിക്കും. അവരുടെ ഡ്യൂട്ടി ടൈം, ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആരാണ് അതിന്റെ ഡ്യൂട്ടി ടൈം, പിന്നെ ഒരു ICUലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, ഡിസ്ചാർജ് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ICU ഇന്റൻസിവിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി, ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി. ഓരോന്നും വായിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വായിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ നമ്മൾ അവസാനിക്കുകയാണ്. അപ്പൊ മൊഡ്യൂൾ 1-നകത്ത് എനിക്ക് അസൈൻ ചെയ്ത് തന്ന 2 ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. ക്ലാസിഫിക്കേഷനും പിന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റും ആണ്. അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ ചാപ്റ്ററുകൾ കംപ്ലീറ്റ് കിടക്കുന്നത് മൊഡ്യൂൾ 2-നകത്താണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മൊഡ്യൂൾ 2-നകത്തുള്ള ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 4. ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. ബ്ലഡ് ബാങ്ക് കേട്ടോ. ഓക്കെ, ബ്ലഡ് ബാങ്ക് ആണ് മൊഡ്യൂള് 2-നകത്ത് വരുന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നമ്പർ 4 കേട്ടോ. ബ്ലഡ് ബാങ്ക് ഒന്ന് എടുത്തു വെച്ചോളൂ കേട്ടോ. മറ്റേ എന്താണ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരാണെങ്കിൽ ഒന്ന് പേജ് നമ്പർ മെൻഷൻ ചെയ്തോളൂ കേട്ടോ, മറ്റുള്ളവർക്ക് കാണാതെ. ഓക്കെ, തുടങ്ങിയാലോ നമുക്ക്? 26 അല്ലെ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ബ്ലഡ് ബാങ്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ടൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇപ്പൊ കഴിഞ്ഞതെല്ലാം കുഴപ്പമില്ലല്ലോ, ക്ലാസിഫിക്കേഷൻ ബുദ്ധിമുട്ടില്ലല്ലോ പഠിക്കാനായിട്ട്. ICU വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ചാപ്റ്റർ ആണ്, ഇത് വളരെ ഈസിയാണ് കേട്ടോ. ബ്ലഡ് ബാങ്ക്. ഓക്കെ, ഇപ്പൊ നമുക്ക് ബ്ലഡ് ബാങ്കിലേക്ക് കടക്കണേക്കാൾ മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ട് ചാപ്റ്ററിനകത്തോട്ട് പോവാം കേട്ടോ. നമുക്ക് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ? എന്താ ബ്ലഡ് ഒന്ന് പറഞ്ഞു. ബ്ലഡ് എന്താണെന്നൊന്ന് പറഞ്ഞു, പെട്ടെന്ന് പറ. എന്താണ് ബ്ലഡ്? രക്തം. ഓക്കെ ഓക്കെ, പിന്നെ സുഖൈന രക്തം, ശ്രീലക്ഷ്മി രക്തം. ഓക്കെ ഓക്കെ, രക്തം ജീവന്റെ നദി എന്നാണ് എന്തറിയപ്പെടുന്നത്? ബ്ലഡ് അറിയപ്പെടുന്നത് അല്ലെ? ജീവന്റെ നദി എന്നാണ് ബ്ലഡ് അറിയപ്പെടുന്നത്. നമുക്കറിയാം അല്ലെ, ബ്ലഡിൽ എത്ര കമ്പോണൻസ് ഉണ്ടെന്നൊന്ന് പറയാമോ? ബ്ലഡിൽ എത്ര കമ്പോണൻസ് ഉണ്ടെന്ന് അറിയാമോ? എസെൻഷ്യൽ 1 in human life. ഓക്കെ ഓക്കെ, 4 കറക്റ്റ് ആണ് കേട്ടോ. 3 അല്ല 4 ആണ് കേട്ടോ. കറക്റ്റ് ആണ്. 4 ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ നിങ്ങൾക്ക്?
ഒന്ന് പറയാൻ അറിയാവുന്നവരൊക്കെ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ബ്ലഡിലെ കമ്പോണൻസ് എല്ലാം ഓക്കെ. നവിത ഓക്കെ. RBC, പ്ലാസ്മ, പിന്നെ RBC, പ്ലേറ്റ്ലെറ്റ്, WBC, ബ്ലഡ് ബിസി, ഫ്ലൂയിഡ് ഓക്കെ. ലച്ചു RBC, WBC, ഓക്കെ ഓക്കെ, പ്ലേറ്റ്ലെറ്റ്. പിന്നെ ഏതൊക്കെയാ? ECG ECG വരില്ല കേട്ടാ. ECG വേറെ ഒരു സംഭവമാണേ. ഓക്കെ. എന്താണ് അനുലക്ഷ്മി? ഫ്ലൂയിഡ് ക്യാരി ഓക്സിജൻ. ഓക്കെ അനുലക്ഷ്മി, വെറൈറ്റി ആയിട്ടുള്ള ആൻസറുകളൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഓക്കെ. പ്ലാസ്മ കറക്റ്റ് ആണ് കേട്ടാ. പ്രധാനമായിട്ടും ബ്ലഡില് 4 കമ്പോണൻസുകളാണ് കേട്ടോ ഉള്ളത്. 4 കമ്പോണന്റുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് 4 കമ്പോണന്റ് എന്ന് പറയുന്നത്? നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെ കേട്ടാ. RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ് 4 കമ്പോണന്റ്? RBC, WBC, പിന്നെ ഏതാണ്? പ്ലേറ്റ്ലെറ്റ്, പിന്നെന്താ? പ്ലാസ്മ. ഇത്രയും കമ്പോണന്റുകളാണ് ബ്ലഡിനകത്ത് ഉള്ളത്. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത് ചുവന്ന രക്താണോ വെളുത്ത രക്താണോ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അതൊക്കെ തന്നെ. അപ്പൊ നമ്മൾക്കറിയാം ബ്ലഡ് എന്ന് പറഞ്ഞാല് ജീവന്റെ നദി എന്നാണ് അറിയപ്പെടുന്നത് ബ്ലഡ്, അല്ലെ? അപ്പൊ നമുക്ക് ഒരു ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടാവും അറിയാമോ? 5 ലിറ്റർ ബ്ലഡ് ഉണ്ടായിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതായത് ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തില് 5 ലിറ്റർ ബ്ലഡ് ആണ് ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന 2 കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. 2 ടേംസുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. പഠിച്ചു വെക്കൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. ഡോണറും റെസിപ്പിയന്റും. ആരൊക്കെയാണ്? ഡോണറും റെസിപ്പിയന്റും. ആരാണ് ഡോണർ എന്ന് പറഞ്ഞാല്? ദാതാവ്, അല്ലെ? രക്തദാതാവാണ്. ആരാണോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തി, അവരെയാണ് നമ്മൾ ഡോണർ എന്ന് പറയുന്നത്, അല്ലെ? ദാതാവ് എന്ന് പറയുന്നത്. അതെ, കൊടുക്കുന്ന ആള് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? റെസിപ്പിയന്റ്. റെസിപ്പിയന്റ് ആരാണ്? ബ്ലഡ് സ്വീകരിക്കുന്ന ആളാണ് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. അലച്ചു, സുഹൈന, ഒക്കെ പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ മെസ്സേജൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, സ്വീകരിക്കുന്ന ആള് കേട്ടോ. റെസിപ്പിയന്റ് ആണ് കേട്ടോ. ഓക്കെ. ഓക്കെ, സ്വീകർത്താവ് കേട്ടോ. റെസിപ്പിയന്റ്. റെസിപ്പിയന്റ് പൊതുവെ ആരായിരിക്കും? ഒരു പേഷ്യന്റ് ആയിരിക്കും, അല്ലെ? പൊതുവെ ഒരു പേഷ്യന്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു രോഗാവസ്ഥയിലാണല്ലോ നമുക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ആ 2 ടേംസുകളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ അറ്റ് എ ടൈമില് ശ്രദ്ധിക്കാട്ടോ, അറ്റ് എ ടൈമില് നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് 300 ml ബ്ലഡ് ആണ് കേട്ടോ കളക്ട് ചെയ്യുന്നത്. ഡൊണേഷന് വേണ്ടിയിട്ട് അറ്റ് എ ടൈമില് ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ 300 ml ബ്ലഡ് ആണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് സാധാരണ 300 ആ ലെവലാണ്. പക്ഷെ പുറത്ത് 400, 450 ആ റേഞ്ചിലൊക്കെ കൊടുക്കുന്നതുണ്ട് കേട്ടോ. പിന്നെ പൊതുവെ നമ്മള് എന്താ പറയാ, പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ അവർക്ക് 3 മാസത്തിലൊരിക്കല് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, ആരോഗ്യവാനായിട്ടുള്ള ആൾക്കാർക്ക്. സ്ത്രീകളുടെ കേസിലാണെങ്കിൽ അവർക്ക് 4 മാസത്തിലൊരിക്കല് ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റും. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഡിപ്പെൻസ് ഓൺ ദർ ഹെൽത്ത്. അവരുടെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് സ്ത്രീ ആരോഗ്യമൊക്കെയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് 3 മാസത്തിലൊരിക്കലും കൊടുക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രക്തദാനം മഹാദാനം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല വളരെ എന്താ പറയാ, നല്ല ബ്രോഡ് മൈൻഡ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? നല്ല വിശാലമായിട്ടുള്ള മനസ്സും കാര്യങ്ങളൊക്കെ വേണം. അത്യാവശ്യം ധൈര്യവും വേണം, അല്ലെ? അല്ലെങ്കിൽ ചിലർക്ക് ഈ ബ്ലഡ് ഒക്കെ കണ്ട തലകറങ്ങി വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവർക്കൊന്നും പറ്റില്ല. അപ്പൊ അത്യാവശ്യം മനോധൈര്യം കൂടെ അതിനകത്ത് വേണം. പിന്നെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ജോലിയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ വയസ്സാണ് കേട്ടോ. അതായത് 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവര്, 18 താഴെയും 65 മുകളിലുള്ളവര് കൊടുക്കണ്ട കേട്ടോ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ആണ്. അതായത് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ വെയിറ്റ് ആണ്. 45 kg ആണ്. നമുക്കറിയാലോ 45 kg ആണ് കേട്ടോ. 45 കിലോഗ്രാം എങ്കിലും ശരീരഭാരം ഉണ്ടായിരിക്കണം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക്. അതുപോലെ തന്നെ ചിലവര് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കും, മുലയൂട്ടുന്ന അമ്മമാരൊക്കെ ഉണ്ടായിരിക്കും. അവരൊന്നും ആ സമയങ്ങളില് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അവര് ആ സമയങ്ങളിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, അല്ലെ? പിന്നെ നമ്മളൊക്കെ പറഞ്ഞു ബ്ലഡിനകത്ത് 4 കമ്പോണന്റ് ഉണ്ട്. RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. ഓക്കെ, ഇവയ്ക്ക് എല്ലാത്തിനും എന്താണ് പല പല ഫംഗ്ഷനുകളാണ് നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി ബ്ലഡ് ബാങ്കിലോട്ട് വരാം. ബ്ലഡ് ബാങ്കിലോട്ട് ഇതൊക്കെ നമുക്ക് ബ്ലഡ് ആയിട്ട് അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ബ്ലഡ് ബാങ്കിലേക്ക് വരുമ്പോ
ആദ്യം തന്നെ ശരിക്കും പറഞ്ഞ നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധകാലം, അതായത് ഒരു 1914 to 1918 ആ ഒരു കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് നമ്മുടെ റെഡ് ക്രോസ് സൊസൈറ്റി ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഈ ബ്ലഡ് ഉണ്ടല്ലോ, ബ്ലഡ് അന്ന് കളക്ട് ചെയ്തിരുന്നത് ഹോൾ ബ്ലഡ് ആയിട്ടാണ് കളക്ട് ചെയ്തത്. കാരണം യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഒത്തിരി ആളുകൾക്ക് പരിക്കുകൾ പറ്റും, ബ്ലഡ് ലോസും കാര്യങ്ങളൊക്കെ വരും. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ആശയം റെഡ് ക്രോസ് സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആ ഒരു കാലഘട്ടത്തില് ഹോൾ ബ്ലഡ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഹോൾ എന്ന് വെച്ചാൽ WHOLE ഹോൾ ആണ് കേട്ടോ, അല്ലാണ്ട് ഈ ഹോൾ അല്ല ഉദ്ദേശിച്ചത്, WHOLE ഹോൾ ആണ് കേട്ടോ. അതായത് മൊത്തമായിട്ട് ബ്ലഡ് കളക്ട് ചെയ്തിരുന്നത്, കളക്ട് ചെയ്തിട്ട് അതെന്ത് കുപ്പിയിലാക്കിയിട്ടാണ് സൂക്ഷിച്ചിരുന്നത് അന്ന കാലത്ത്. ഓക്കെ, പക്ഷെ അന്നെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഹോൾ ബ്ലഡ് ആയിട്ട് മൊത്തമായിട്ട് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ അത് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ പ്രശ്നം? അതായത് എല്ലാവർക്കും എല്ലാ കമ്പോണൻസും ആവശ്യമായിട്ട് വരില്ല, എല്ലാവർക്കും എല്ലാ കമ്പോണൻസും ആവശ്യമായിട്ട് വരില്ല. നമ്മൾ മൊത്തം ബ്ലഡ് വേറൊരാളിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തിയില് ഫ്ലൂയിഡ് ഓവർലോഡ് ആവും, ഫ്ലൂയിഡ് ഓവർലോഡ് ആവും. പിന്നെ അതിനെ പറ്റി ഒരുപാട് കോംപ്ലിക്കേഷൻസും മറ്റു പലതും വരും. കാര്യം എല്ലാവർക്കും എല്ലാ കമ്പോണൻസും ആവശ്യമില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ വിളർച്ച വന്നിട്ടുള്ള ഒരാളാണ് ഇരിക്കട്ടെ, അനീമിക് പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് RBCയുടെ ആവശ്യം അവർക്കുള്ളൂ. ചുവന്ന രക്താണുവിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അത് വരുന്നത്. അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് RBC മാത്രമേ ആവശ്യമുള്ളൂ. മനസ്സിലായില്ല? അതുപോലെ തന്നെ ചില ആളുകളിൽ WBCയുടെ അളവായിരിക്കും കുറവ്, അതായത് നമ്മുടെ എന്താ പറയുക ശ്വേതരക്താണ്, വെളുത്ത രക്താണ്, അതിന്റെ അളവായിരിക്കും കുറവ്. അപ്പൊ അവർക്ക് ആ ഒരു കമ്പോണന്റ് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഈ ഡെങ്കി ഫീവർ ഒക്കെ വരില്ലേ, ഡെങ്കിപ്പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് മാത്രം അവർക്ക് പ്രൊവൈഡ് ചെയ്താൽ മതി. WBC എന്ന് വെച്ചാൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ, ശ്വേതരക്താണു കേട്ടോ, വെളുത്ത രക്താണ്. അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ലിവർ ഡിസീസ് ഉള്ള ആളുകളുണ്ടല്ലോ, കരൾ സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പ്ലാസ്മ കമ്പോണന്റിന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്ലാസ്മ മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പൊ ഓരോരുത്തർക്കും എന്ത് കമ്പോണന്റ് ആണോ ആവശ്യം അത് മാത്രം സപ്ലൈ ചെയ്ത കാര്യമുള്ളൂ. അപ്പൊ അന്ന് കാലത്ത് മൊത്തം ബ്ലഡ് ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് അയാളുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാക്കുകയും അയാൾക്ക് അതുമൂലം പല കോംപ്ലിക്കേഷൻസ് വരും. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ പിന്നെ ഇങ്ങനെ മാറി, ഈ ബ്ലഡ് ബാങ്ക് ഇങ്ങനെയായിട്ട് മാറി. അതായത് ബ്ലഡിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് പല പല കമ്പോണന്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായി? ഹോൾ ബ്ലഡിൽ കൊണ്ടുവരും, കളക്ട് ചെയ്യും, എന്നിട്ട് അതിനെ മൊത്തമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്ട് അതിന് പല പല കമ്പോണന്റുകളാകും. RBC ഒരു കമ്പോണന്റ് ആകും, WBC മാത്രം കമ്പോണന്റ് ആക്കി തിരിക്കും, അതുപോലെ പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, അങ്ങനെ പല പല സെപ്പറേറ്റ് കമ്പോണന്റുകളാക്കിയിട്ട് ആർക്കാണോ എന്താണോ ആവശ്യം എന്ന് വെച്ചാൽ ആ ഒരു കമ്പോണന്റ് മാത്രം അവർക്ക് കൊടുക്കും. മനസ്സിലായല്ലോ? ആ ഒരു രീതിയിലേക്ക് എന്ത് മാറി? ബ്ലഡ് ബാങ്ക് മാറി. മനസ്സിലായി? പണ്ടത്തെ ഒരു വ്യത്യാസമാണ്. അന്ന് ഞാൻ പറഞ്ഞല്ലോ ബ്ലഡ് കളക്ട് ചെയ്ത് കുപ്പിയിലാണ് സൂക്ഷിക്കുക. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അതിനെ പല പല കമ്പോണന്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ബ്ലഡ് ബാഗുകളിലാക്കിയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒരു മദർ ബാഗ് ഉണ്ടായിരിക്കും, അതിനോടനുബന്ധിച്ച് കുറെ സപ്ലിമെന്ററി ബാഗ്സ് ഒക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് ഇങ്ങനെ പല പല കമ്പോണന്റുകളാക്കിയിട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പറയുന്ന ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്യും. ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്യും. കാര്യം എന്താണ്? നമുക്കറിയാം അല്ലെ, ഒരു ചെറിയൊരു മുറിവ് തന്നെ പറ്റിക്കഴിഞ്ഞാല് ഒരു 3 to 6 minutes കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനായിട്ട് ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ബ്ലഡ് ബാങ്കിനകത്ത് നമ്മൾ ബ്ലഡ് സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പൊ സാധാരണ സോഡിയം സിട്രേറ്റ് പോലെയുള്ള, അതൊന്നും പഠിക്കണ്ട കേട്ടോ, അങ്ങനെയുള്ള ആന്റി കൊയാഗുലന്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ? പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. അതാണ് ഇപ്പൊ നിലവിൽ ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് പറയാം? ബ്ലഡ് കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് പറയാൻ നമുക്ക് അങ്ങനെ പറയാം അല്ലെ. എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്? നമുക്ക് പറയാം ബ്ലഡ് കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ വിതരണം ചെയ്യുന്നു. അങ്ങനെ ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക്. പക്ഷെ അത് മാത്രമാണ് ബ്ലഡ് ബാങ്ക് അല്ല, അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്, ഒത്തിരിയേറെ ഫങ്ഷൻസുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്തേക്ക് പോവാം. അതൊക്കെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്.
പോവാം. ചാപ്റ്റർ നമ്പർ 4 ബ്ലഡ് ബാങ്ക് കേട്ടോ. ഇൻട്രൊഡക്ഷൻ നോക്കാം. The term blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood product takes place and where the pre-transfusion and blood compatibility testing is executed. ഈ ഒരു സെന്റൻസ് ആണ്. എന്താണ് പറയുന്നത്? എന്താണ് ബ്ലഡ് ബാങ്ക്? ഇറ്റ് ജനറലി റെഫേഴ്സ് ടു എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ അല്ലെ. അതായത് ഹോസ്പിറ്റലിനകത്ത് തന്നെയുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക്. അതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമാണ്. പാത്തോളജി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? പാത്തോളജി എന്ന് പറഞ്ഞ എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് കേട്ടോ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ പാത്തോളജി എന്ന് പറയുന്നത് കേട്ടോ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം, രോഗം എന്താണ്, രോഗകാരണം എന്താണ്, അതിന്റെ രോഗലക്ഷണങ്ങൾ എന്താണ്, അത് വന്നാലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അങ്ങനെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിനെയാണ് നമ്മൾ പാത്തോളജി എന്ന് പറയുന്നത്. സാധാരണ പാത്തോളജി ലാബിന്റെ തന്നെ ഭാഗമാണ് ബ്ലഡ് ബാങ്ക്. പാത്തോളജി ലാബ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സാധാരണ ലബോറട്ടറി തന്നെ. ബ്ലഡിനെയൊക്കെ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അതിന്റെ ഒത്തിരി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യില്ലേ, അങ്ങനെയുള്ള ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക്. ഓക്കെ, ഇവിടെ അത് മാത്രമല്ല, വേർ ദ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രോഡക്റ്റ് ടേക്സ് പ്ലേസ്. ബ്ലഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന കമ്പോണന്റുകളാണ് കേട്ടോ. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, അങ്ങനെയുള്ള കമ്പോണന്റ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരത്തില് ബ്ലഡ് പ്രോഡക്റ്റുകളുടെ ബ്ലഡ് കമ്പോണന്റ്സിന്റെ സ്റ്റോറേജ്, സംഭരണം, പിന്നെന്താണ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. അപ്പൊ നിങ്ങൾക്ക് പരിചയമില്ലാത്ത രണ്ട് വാക്കുകൾ അവിടെ എടുക്കുന്നുണ്ട്. ഒന്ന് വന്നിട്ട് ട്രാൻസ്ഫ്യൂഷൻ, മറ്റൊന്ന് കമ്പാറ്റബിലിറ്റി. എന്താണെന്ന് പറയാം. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് കമ്പോണന്റ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ആണ്. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഒരു ഡോണർ ആയിരിക്കും അല്ലെ, ആ ഒരു വ്യക്തിയിൽ നിന്ന് ബ്ലഡ് കമ്പോണന്റ്സ് മറ്റൊരു വ്യക്തിയിലേക്ക്, മറ്റൊരു വ്യക്തി ആരായിരിക്കും? റെസിപ്പിയന്റ് ആയിരിക്കും അല്ലെ, സ്വീകർത്താവ് അഥവാ ഒരു പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്തരത്തില് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുൻപ്, അപ്പൊ പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് മുമ്പാണ്. നമ്മൾ ഡിഗ്രി, പ്രീ ഡിഗ്രി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഡിഗ്രിക്ക് മുമ്പ് എന്നതുപോലെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ അപ്പൊ എന്തായിരിക്കും? ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് അല്ലെ. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ, നമ്മൾ ഒരു ബ്ലഡ് വന്ന ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ചുമ്മാ ട്രാൻസ്ഫ്യൂഷൻ നടത്താണ് ചെയ്യുന്നത് അല്ല, ഒരുപാട് ടെസ്റ്റുകൾ നടത്തണല്ലേ. ടെസ്റ്റുകളൊക്കെ നടത്തി ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളിൽ നിന്ന് സുരക്ഷിതമായിട്ട് മറ്റൊരാളിലേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകൾ, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള ടെസ്റ്റുകളും, പിന്നെന്താണ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി. കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്യൂട്ടബിലിറ്റി ആണ് കേട്ടോ, അനുയോജ്യതയാണ് ഉറപ്പുവരുത്തുന്നത്. നമുക്കറിയാം എല്ലാവർക്കും എല്ലാ ബ്ലഡും സ്വീകരിക്കാനും എല്ലാവർക്കും എല്ലാ ബ്ലഡും കൊടുക്കാനും പറ്റില്ല അല്ലെ. അപ്പൊ അതിനൊരു സ്യൂട്ടബിലിറ്റി ഉണ്ട്. ഡോണറും പേഷ്യന്റും തമ്മിൽ ഒരു അനുയോജ്യത വേണം അല്ലെ. അതിനാണ് നമ്മൾ ഗ്രൂപ്പും മറ്റും ഒക്കെ നോക്കുന്നത് അല്ലെ. ഗ്രൂപ്പ് നോക്കി മാച്ചിങ് ആണെങ്കിൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മിസ്മാച്ച് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ല. അത്തരത്തിലുള്ള എന്താണ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ, അനുയോജ്യത ടെസ്റ്റുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക്. അപ്പൊ നമ്മൾ നേരത്തെ വിചാരിച്ച പോലെ വെറുതെ കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു മാത്രമല്ല, അതിനകത്ത് പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളും നടക്കുന്നുണ്ട്. ഇതിനകത്ത് ബ്ലഡ് ബാങ്കിനകത്ത്. മനസ്സിലായോ? ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്? അതായത് പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന, നടക്കുകയും ബ്ലഡിന്റെ സ്റ്റോറേജും ബ്ലഡ് പ്രോഡക്റ്റുകളുടെ ആ ഒരു സംഭരണവും ഒക്കെ നടക്കുന്ന ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ. ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ.
ബ്ലഡ് ബാങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? ബ്ലഡ് കളക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ? ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പ്രോസസ്സിംഗ്? പ്രോസസ്സിംഗ് ഉദ്ദേശിക്കുന്ന ഇവിടെ എന്താണ്? പല പല പ്രക്രിയകളാണ്. പ്രക്രിയ എന്ന് പറയുമ്പോൾ ഈ ബ്ലഡ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പല കമ്പോണന്റുകളായിട്ട് തിരിക്കും. RBC ഒരു കമ്പോണന്റ് ആക്കും, WBC കമ്പോണന്റ് ആക്കും, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, അങ്ങനെ ഓരോരോ കമ്പോണന്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അത് ചെയ്യാനായിട്ട് നമ്മൾ പല പ്രോസസ്സോട് സെൻട്രിഫ്യൂജ് ചെയ്യും. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രോസസ്സിംഗ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്? ടെസ്റ്റിങ്ങുകൾ, പരിശോധനകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ ചെയ്യും, പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളൊക്കെ അതിനകത്ത് ചെയ്യും. ഓക്കെ, എന്താണ് സുഹൈന? രണ്ടാമത്തെ മൊഡ്യൂൾ വാങ്ങിയിട്ടില്ല. മോള് രണ്ടാമത്തെ മൊഡ്യൂളിന്റെ അടക്കം ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് പ്രിന്റ് എടുത്താൽ മതി കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുകൾ എല്ലാം തന്നെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് PDF ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പൊ നിങ്ങൾ അതൊന്ന് പ്രിന്റ് എടുക്കാം കേട്ടോ. ഓക്കെ, പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം. അത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. പിന്നെന്താ നമ്മൾ പറഞ്ഞേ? ഓക്കെ, പിന്നെന്താണ്? ടെസ്റ്റിംഗ് അല്ലെ? ഈ പറയുന്ന പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെന്താണ്? സെപ്പറേഷൻ. ഞാൻ പറഞ്ഞല്ലോ ഓരോ കമ്പോണന്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ദെൻ സ്റ്റോറേജ്, അതിൽ ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സംഭരിച്ച് വെക്കുന്നു. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. സമയം കഴിഞ്ഞല്ലോ നമ്മുടെ അല്ലെ? 2:30 ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങള് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്താൽ പോരെ? ഇനിയിപ്പോ കൂടുതൽ പറയണോ? ഫുൾ കംപ്ലീറ്റ് ചെയ്യണോ? അത് ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതി അല്ലെ? അപ്പോ ഇന്നത്തെ ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇതൊക്കെയായിരുന്നു. ICU ഇൻചാർജിന്റെ ഡ്യൂട്ടി ഒക്കെ ഓർത്ത് വെക്കാം. യൂണിറ്റിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് അദ്ദേഹം. പിന്നെ എന്താണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞേ? ക്രിട്ടിക്കൽ പരിചരണങ്ങൾ തുടർച്ചയായിട്ട് കൊടുക്കുന്നു, ജൂനിയർ സ്റ്റാഫുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പിന്നെ ഈ പറയുന്ന ICU എക്യുപ്മെന്റ്സുകൾ പർച്ചേസ് ചെയ്യാനും സേവനം നൽകുന്നതിനും ഉത്തരവാദിത്തമുണ്ട്. ഗവേഷണങ്ങൾ ആരംഭിക്കാനും ഒരു അതോറിറ്റി എന്ന നിലയിൽ അതിനെ അംഗീകരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. എല്ലാ ചികിത്സാ രീതികളും അവിടുത്തെ സ്റ്റാഫുകളുമായിട്ട് അവലോകനം ചെയ്യാം. ഇതൊക്കെയാണ് ഒരു ICU ഇൻചാർജിന്റെ ഉത്തരവാദിത്തം. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് ഒരു രോഗിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷം ഉറപ്പാക്കണം. നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭ്യമാക്കണം. മതിയായ അളവിൽ നഴ്സിംഗ് മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടോ എന്നുള്ള ഉറപ്പാക്കണം. ശരിയായിട്ടുള്ള റെഫറൻസ് സംവിധാനം ഉൾപ്പെടുന്ന പരിചരണ നിലവാരം ഉറപ്പാക്കണം. ക്വാളിറ്റി, ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യണം. അഡ്മിഷൻ ഡിസ്ചാർജ് നടപടികൾക്കായിട്ട് കൃത്യമായിട്ടുള്ള നയങ്ങളൊക്കെ രൂപീകരിക്കണം. അതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം. ICU സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അദ്ദേഹം പേഷ്യൻസിനെ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളെ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. അദ്ദേഹത്തിന് ഉത്തരവാദിത്തം അറിയാലോ. ഫോൺ കോൾസുകൾ അറ്റൻഡ് ചെയ്യുക, മെസ്സേജ് ഒക്കെ പാസ് ചെയ്യുക, ICU സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ പബ്ലിക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ ബെഡ് സ്റ്റാറ്റസ്, ക്ലറിക്കൽ ടാസ്കുകളൊക്കെ ചെയ്യുക, പേഷ്യന്റിന്റെ റെക്കോർഡുകളും കാര്യങ്ങളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യുക. പിന്നെ എന്താ പറയാ, നല്ലൊരു പരിചരണം കൊടുക്കാനായിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കുക. പിന്നെ ബ്ലഡ് ബാങ്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അവിടെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലുണ്ട്. ദാറ്റ് മീൻസ് ഡോണർ ടു റെസിപ്പിയന്റിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? പിന്നെ ആവറേജ് ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ ബ്ലഡ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ? ശരി, ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാലോ? കുഴപ്പമില്ലല്ലോ? ബ്ലഡ് ജീവന്റെ മതി എന്നാണ് പറഞ്ഞത്. ജീവന്റെ നദി റിവർ. ഓക്കെ, താങ്ക് യു. അപ്പൊ ശരി കേട്ടോ, നമുക്ക് ഇന്നത്തെ ക്ലാസ് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.